ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ചാനൽ. അപ്പോൾ നിങ്ങൾക്ക് അറിയായിരിക്കും നമ്മുടെ ക്രെഡിറ്റ് കാർഡ്സ് അപ്രൂവൽ ആവണമെങ്കിൽ കുറച്ച് പാടാണ്. അത് ഡിപ്പെൻഡ്സ് അപ്പോൾ നമ്മുടെ ക്രെഡിറ്റ് കാർഡിൻ്റെ അപ്രൂവൽ റേറ്റും അതുപോലെ തന്നെ അതിൻ്റെ എന്താ പറയുക ആ സമയത്തുള്ള പ്രൊമോഷൻസും സംഭവങ്ങളൊക്കെ നമ്മുടെ കുറേ ഫാക്ടേഴ്സ് അതിനെ അഫക്റ്റ് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് ചില കാർഡുകൾ ഇപ്പോൾ അപ്ലൈ ചെയ്താൽ കിട്ടില്ല, അതിൻ്റെ ചില സമയത്ത് ആ കാർഡിന് ഭയങ്കര പ്രൊമോഷനും സംഭവങ്ങളൊക്കെ എല്ലാ ടൈമിൽ വരും. അപ്പോൾ ആ കാർഡിന് ഭയങ്കര അപ്രൂവൽ റേറ്റ് കൂടുതലായിരിക്കും. അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ ഈ അപ്രൂവൽ റേറ്റ് നോക്കി അപ്ലൈ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ക്രെഡിറ്റ് കാർഡ്സ് കിട്ടാനുള്ള ചാൻസസ് ഭയങ്കര കൂടുതലായിരിക്കും. അപ്പോൾ നമ്മളൊന്ന് പറയാൻ പോകുന്നതും അത് തന്നെയാണ്. നമ്മൾ ഈ ജനുവരി 2024 ഏറ്റവും കൂടുതൽ അപ്രൂവൽ റേറ്റ് ഉള്ള ഏത് ബാങ്കിന്റെ കാർഡുകളാണ്, ഏത് വേരിയന്റ് ആണ്, അതൊക്കെയാണ് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറയാൻ പോകുന്നത്. അത് നമ്മൾ ഓർഡറിൽ പറയാൻ പോകുന്നുണ്ട്. അപ്പോൾ ഏറ്റവും ഫസ്റ്റ് വരുന്ന ഏറ്റവും കൂടുതൽ അപ്രൂവൽ റേറ്റ് ഉള്ളതായിരിക്കും, ഏറ്റവും ലാസ്റ്റ് വരുന്ന ഏറ്റവും കുറവുള്ള അപ്രൂവൽ റേറ്റ് ആയിരിക്കും. അപ്പോൾ എന്തായാലും നമുക്ക് വീഡിയോയിലേക്ക് പോകാൻ ഞാൻ അതിന്റെ കുറച്ച് പോയിന്റ്സ് സംഭവങ്ങളൊക്കെ ഞാൻ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. പോയിന്റ്സും അതുപോലെ തന്നെ ഏത് ബാങ്കിന്റെ സംഭവങ്ങളൊക്കെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ റിസർച്ചും സംഭവങ്ങളൊക്കെ ചെയ്ത് നമ്മൾ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ അനുസരിച്ചിട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് അറിയായിരിക്കും നിങ്ങൾ ഒരു മാസത്തിൽ 3 എൻക്വയറിയുടെ മുകളിൽ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ സിബിൽ സ്കോറിന് അത് ബാഡായിട്ട് അഫക്റ്റ് ചെയ്യും. അപ്പോൾ അത് റിജക്റ്റ് ആയാലും ഇപ്പോൾ നമ്മളിപ്പോൾ കുറേ കാർഡുകൾ ഇങ്ങനെ അപ്ലൈ ചെയ്യാൻ ഒരു മാസത്തിൽ തന്നെ കുറേ കാർഡ് അപ്ലൈ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് നമ്മുടെ സിബിൽ സ്കോറിനെ അഫക്റ്റ് ചെയ്യാനും സിബിൽ സ്കോർ കുറയാനും ചാൻസ് ഭയങ്കര കൂടുതലാണ്. അപ്പോൾ നമുക്ക് ഇങ്ങനെ അറിഞ്ഞിട്ട് അപ്ലൈ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ചാൻസ് കൂടുതലുള്ള സാധനം അപ്ലൈ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് അതൊരു നല്ല സംഭവമല്ലേ. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നു വിചാരിക്കുന്നു വീഡിയോ. അപ്പോൾ എന്തായാലും നമുക്ക് വീഡിയോയിലേക്ക് പോകാൻ മുമ്പ് നമ്മുടെ 2 ചാനലും കാണാത്തവർ കണ്ടു നോക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യട്ടെ. പിന്നെ എന്തെങ്കിലും സംശയം കാര്യങ്ങളൊക്കെ കമന്റ് ചെയ്യാൻ മറക്കണ്ട. നമ്മളെല്ലാ കമന്റ് കൊടുക്കുന്നതാണ്, ഡിസ്ക്രിപ്ഷൻ ചെക്കൗട്ട് ഇതൊക്കെ മറക്കണ്ട. അപ്പോൾ എന്തായാലും നമുക്ക് വീഡിയോയിലേക്ക് പോകാൻ ഞാൻ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. നമ്മുടെ ആദ്യത്തെ ഏറ്റവും കൂടുതൽ ഇപ്പോൾ അപ്രൂവൽ റേറ്റ് ഉള്ള നമ്മുടെ ജനുവരി 2024 ഫസ്റ്റ് ബാങ്ക് എന്ന് പറയുന്നത് ക്രെഡിറ്റ് കാർഡ് കൊടുക്കുന്ന ഫസ്റ്റ് ബാങ്ക് എന്ന് പറയുന്നത് AU ബാങ്കിന്റെ ക്രെഡിറ്റ് കാർഡുകളാണ്. അപ്പോൾ AU ബാങ്കിന്റെ ക്രെഡിറ്റ് കാർഡിന് നല്ല അപ്രൂവൽ റേറ്റ് ഉണ്ട്. പക്ഷെ അതിനൊരു കുഴപ്പം എന്താ വെച്ചാൽ നമ്മുടെ കുറെ പിൻകോഡ് സർവീസബിൾ ഏരിയാസ് ഇല്ല. അതാണ് അതിന്റെ മെയിൻ ഇഷ്യൂ വന്നിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് അറിയാം, നമ്മൾ ഇന്നലെ ഓൾറെഡി നമ്മുടെ 2ാം ചാനലിൽ വീഡിയോ ഇട്ടുണ്ടായിരുന്നു. നമ്മുടെ AU ബാങ്കും ഫിൻകെയർ ബാങ്കും ടൈപ്പ് ചെയ്തിട്ടിപ്പോൾ ഇനി ബാക്കി എല്ലാ ഏരിയയിലും ഇപ്പോൾ സർവീസബിൾ തുടങ്ങും. അപ്പോൾ അതനുസരിച്ച് തന്നെ നമുക്ക് ഇനിയിപ്പോൾ ഫിൻകെയർ ബാങ്ക് തൃശ്ശൂർ അതുപോലെ തന്നെ കുറേ സ്ഥലത്തുണ്ട്. അപ്പോൾ അതനുസരിച്ച് നമുക്ക് ഇനിയിപ്പോൾ മിക്ക എല്ലാ സ്ഥലത്തും ഇനി അതിന്റെ സർവീസ് തുടങ്ങി കഴിഞ്ഞാൽ നമുക്ക് സുഖമായിട്ട് തന്നെ കാർഡ് കിട്ടും. അപ്പോൾ എൻ്റെ ഓൾറെഡി AU ബാങ്കിന്റെ സീറോ ബാലൻസ് അക്കൗണ്ട് ഞാൻ ഓൾമോസ്റ്റ് ഒരു 8 months ആയിട്ട് ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ അതിൽ ഓൾറെഡി ഒരു 2 മാസം ആകുമ്പോൾ തന്നെ നമുക്ക് അതിൽ പ്രീ അപ്രൂവൽ ആയിട്ട് കാർഡും പേഴ്സണൽ ലോൺ സംഭവമൊക്കെ ഓഫർ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ കാർഡ് ഓഫർ ഇപ്പോൾ അതിൽ എടുക്കുന്നുണ്ട്. എന്താ വെച്ചാൽ എനിക്ക് പിൻകോഡ് ഇഷ്യൂ സർവീസബിൾ അല്ലാത്തതുകൊണ്ട് തന്നെ, ഞാൻ തൃശ്ശൂർ ആയതുകൊണ്ട് തന്നെ നമുക്കിപ്പോൾ കാർഡ് എടുക്കാൻ പറ്റില്ല. അത് ഓൾറെഡി ഇപ്പോൾ നമ്മുടെ MG റോഡ്, എറണാകുളം MG റോഡ് ആ ഏരിയയിൽ മാത്രമേ ഉള്ളൂ. അപ്പോൾ ബ്രാഞ്ച് അവർക്ക് അവിടെ മാത്രമേ ഉള്ളൂ ഇപ്പോൾ. അപ്പോൾ അതനുസരിച്ചിട്ട് ഇപ്പോൾ അവിടെ മാത്രമേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ടാണ് ഇപ്പോൾ കുഴപ്പമുണ്ടായിരുന്നത്. പക്ഷേ ഏറ്റവും കൂടുതൽ ഇപ്പോൾ അപ്രൂവൽ ആയിട്ടുള്ളത് AU ബാങ്കിന്റെ കാർഡുകളാണ് കേട്ടോ. നിങ്ങൾക്ക് പ്രത്യേകിച്ച് എറണാകുളത്തേക്കാരൊക്കെ ആണെങ്കിൽ സുഖമായിട്ട് കാർഡ് കിട്ടും. എറണാകുളം ടൗൺ ഏരിയയിൽ വരട്ടെ, അല്ലെങ്കിൽ കിട്ടില്ല. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഫസ്റ്റ് AU ബാങ്കിന് കൊടുത്തേക്കുന്നത്. ഏറ്റവും കൂടുതൽ അപ്രൂവൽ ആയിട്ട് AU ബാങ്കിന്റെ കാർഡുകൾക്കാണ് കേട്ടോ. രണ്ടാമത്തെ വരുന്ന SBI കാർഡ്സിനാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. ഇത് നമ്മൾ പറയുന്നത് കേരള ബേസ് ആണ് കേട്ടോ. കേരള ബേസ് പ്ലസ് നമ്മുടെ സൗത്ത് ഇന്ത്യ ബേസ് ആണ് നമ്മൾ പറയാൻ പോകുന്നത്. എന്താ വെച്ചാൽ AU ബാങ്ക് സൗത്ത് ഇന്ത്യ മാത്രമല്ല, നോർത്ത് ഇന്ത്യയിലും ഭയങ്കരമായിട്ട് അപ്രൂവൽ റേറ്റ് കൂടുതലുള്ള ഒരു കാർഡ് തന്നെയാണ് AU ബാങ്കിന്റെ കാർഡുകൾ കേട്ടോ. അപ്പോൾ നമ്മൾ ഇനി അടുത്ത് വരുന്ന SBI കാർഡ്സ് ആണ്. SBI കാർഡ്സിൽ തന്നെ എൻട്രി ലെവൽ കാർഡുകളാണ് ഏറ്റവും കൂടുതൽ അപ്രൂവൽ ആവും. നമ്മൾ ഓൾറെഡി അതിന്റെ വീഡിയോ ഒരു സെപ്പറേറ്റ് വേറെ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. എൻ്റെ ഓൾറെഡി SBIയുടെ 3 കാർഡുകളുണ്ട്. SBIയുടെ സിംപിൾ ക്ലിക്ക് ഉണ്ട്, BPCL ഉണ്ട്, പിന്നെ ക്യാഷ് ബാക്ക് കാർഡ് ഉണ്ട്. ക്യാഷ് ബാക്ക് കാർഡിന് ഭയങ്കര അപ്രൂവൽ ആയിട്ട് കുറവാണ്. അപ്പോൾ ഞാൻ ക്യാഷ് ബാക്ക് കാർഡ് അങ്ങനെ അപ്ലൈ ചെയ്യാൻ പറയില്ല. അപ്പോൾ പിന്നെയും ഭേദം നിങ്ങൾക്ക് അപ്രൂവൽ ആയിട്ട് കൂടുതലുള്ളത് നമ്മുടെ IRCTC SBI കാർഡ്, BPCL കാർഡ്, അതുപോലെ തന്നെ സിംപിൾ ക്ലിക്ക്, സിംപ്ലി സേവ് നമുക്ക് റൂപേ കാർഡിലും കിട്ടുന്നുണ്ട്. അപ്പോൾ അത് എല്ലാത്തിനും നല്ല അപ്രൂവൽ ആയിട്ട് വരുന്നുണ്ട്. അപ്പോൾ അതനുസരിച്ച് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. ഞാൻ ഈ പറയുന്ന കാർഡുകൾ എല്ലാത്തിനും ലിങ്കും കാര്യങ്ങളും നമ്മുടെ സെറ്റാക്കുന്ന ലിങ്ക് കാര്യങ്ങളൊക്കെ ആയിട്ട് ഞാൻ താഴെ കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഈസി ആയിട്ട് തന്നെ അപ്ലൈ ചെയ്യാമല്ലോ. നമ്മുടെ റെഫറലും കൂടിയാണ്. അപ്പോൾ നിങ്ങൾക്ക് കിട്ടാനുള്ള ചാൻസ് കൂടുതലാണ്. മൂന്നാമത്തെ കാർഡ് വരുന്നത് നമ്മുടെ യെസ് ബാങ്കിന്റെ കാർഡുകളാണ്. യെസ് ബാങ്കിന്റെ കാർഡുകളും അതും എൻട്രി ലെവൽ കാർഡുകൾ തന്നെയാണ് ഏറ്റവും കൂടുതൽ അപ്രൂവൽ ആവുന്നത്. ഇപ്പോൾ അതിന്റെ വീഡിയോ നമ്മൾ സെപ്പറേറ്റ് എടുത്തിട്ടുണ്ട്. എൻ്റെ ഇപ്പോൾ 3 യെസ് ബാങ്കിന്റെ കാർഡുകളുണ്ട്. നിങ്ങളുടെ അതിന്റെ വീഡിയോ അൺബോക്സിംഗ് സംഭവങ്ങളൊക്കെ ഉണ്ടായിരിക്കും. നമ്മൾ ഓൾറെഡി നമ്മുടെ വ്യൂവർ ആണെങ്കിൽ നിങ്ങൾ ഓൾറെഡി കണ്ടായിരിക്കും. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ പോയിട്ട് നമ്മുടെ ചാനലിൽ കയറിയിട്ട് ജസ്റ്റ് സെർച്ച് ചെയ്താൽ മതി, സംഭവം കിട്ടും. അപ്പോൾ ലേറ്റസ്റ്റ് എനിക്ക് യെസ് ബാങ്കിന്റെ സെലക്ട് കാർഡ് കിട്ടിയിട്ടുണ്ടായിരുന്നു. അത് ഹൗസ് വെരിഫിക്കേഷനോ ഹോം വെരിഫിക്കേഷനോ ഇൻകം പ്രൂഫോ ഒന്നും ഇല്ലാണ്ടാണ് കിട്ടിയിട്ടാ. പിന്നെ എൻ്റെ ആദ്യത്തെ യെസ് ബാങ്ക് എന്ന് പറയുന്നത് BYOC കാർഡായിരുന്നു. അതും ഇപ്പോൾ ഈസി ആയിട്ട് തന്നെ അപ്രൂവ് ആവുന്നുണ്ട് കേട്ടോ. പിന്നെ വന്ന് കിട്ടിക്കുന്നത് നമ്മുടെ യെസ് ബാങ്കിന്റെ UPI കാർഡാണ്. അത് പിന്നെ ഫിസിക്കൽ കാർഡ് ഇല്ല, ഡിജിറ്റൽ മാത്രമേ ഉള്ളൂ കേട്ടോ. പിന്നെ വരുന്ന നമ്മുടെ 4ാമത്തെ അപ്രൂവൽ ആയിട്ട് കൂടുതലുള്ളത് നമ്മുടെ ഇൻഡസ്ഇൻഡ് ബാങ്കിന്റെ ക്രെഡിറ്റ് കാർഡുകളാണ്. അപ്പോൾ ഇൻഡസ്ഇൻഡ് ബാങ്കിന്റെ വേറെ പ്രോബ്ലം എന്ന് വെച്ചാൽ പിൻകോഡ് ഇഷ്യൂ ഉണ്ട്. അപ്പോൾ എൻ്റെ ഏരിയയിൽ ഇൻഡസ്ഇൻഡ് ബാങ്കിന് പിൻകോഡ് ഇഷ്യൂ ഉണ്ട്. അതുകൊണ്ട് തന്നെ എനിക്ക് ഇൻഡസ്ഇൻഡ് ബാങ്കിന്റെ കാർഡ് എൻ്റെ ഇല്ല. അപ്പോൾ എൻ്റെ ഇല്ലാത്ത കുറച്ച് കാർഡുകളിൽ വൺ ഓഫ് ദ കാർഡാണ് ഇൻഡസ്ഇൻഡ് ബാങ്കിന്റെ. ബാക്കി എല്ലാ കാർഡുകളും എൻ്റെ ഉണ്ട്. ഇൻഡസ്ഇൻഡ് ബാങ്ക് നമുക്കിവിടെ പിൻകോഡ് സർവീസോ അല്ലാത്ത ബാങ്കുകളിൽ മാത്രമേ എനിക്ക് എൻ്റെ ഇല്ലാത്തുള്ളൂ. ബാക്കി എല്ലാ ബാങ്കിന്റെ കാർഡുകളും എൻ്റെ ഉണ്ട്. നിങ്ങൾക്ക് അറിയാം, ഓൾമോസ്റ്റ് 52 കാർഡുകളുണ്ട് ഇപ്പോൾ.
അപ്പോൾ ഇൻഡസ്ഇൻഡ് ബാങ്കിൽ ഏറ്റവും കൂടുതൽ അപ്രൂവ് റേറ്റ് വരുന്നത് നമ്മുടെ പ്ലാറ്റിനം റൂപേ കാർഡിനാണ് കേട്ടോ. അത് ഒരു വെരിഫിക്കേഷൻ സംഭവം ഇല്ലാണ്ട് തന്നെ കിട്ടുന്നുണ്ടെന്ന് അറിഞ്ഞത്. അപ്പോൾ ഡിപ്പെൻഡ്സ് അപ്പോൾ നിങ്ങളുടെ പിൻകോഡ് അപ്ലൈ ചെയ്യാം. അപ്പോൾ ഞാൻ ലിങ്ക് താഴെ കൊടുക്കാം. പിന്നെ വന്നിരിക്കുന്നത് IDFC ബാങ്കിന്റെ ക്രെഡിറ്റ് കാർഡുകളാണ്. IDFC ബാങ്കിന്റെ ക്രെഡിറ്റ് കാർഡുകൾ നിങ്ങൾക്കറിയാം, IDFC ബാങ്കിന്റെ കുറെ ക്രെഡിറ്റ് കാർഡുകൾ നമുക്ക് ലൈഫ് ടൈം ഫ്രീ തന്നെയാണ്. അപ്പോൾ ഇവരുടെ എൻട്രി ലെവൽ മോഡൽ, അതുപോലെ തന്നെ പവർ എഡിഷൻ, നമ്മുടെ ഫ്യൂവൽ കാർഡ്, അത് നല്ലോണം അത്യാവശ്യം നല്ലോണം അപ്രൂവൽ ആവുന്നുണ്ട്. അപ്പോൾ ഒരു IDFC ബാങ്കിന്റെ ക്രെഡിറ്റ് കാർഡ് നോക്കുന്നുണ്ടെങ്കിൽ ഇപ്പോൾ കറക്റ്റ് ടൈമാണ് കേട്ടോ. ഞാൻ താഴെ ലിങ്ക് കൊടുക്കാം. പിന്നെ വന്നിരിക്കുന്നത് നമ്മുടെ HDFC ബാങ്കിന്റെ കാർഡാണ്. അപ്പോൾ HDFC ബാങ്കിന്റെ കാർഡ് കുറച്ച് പാടാണ്, ഞാൻ അതുകൊണ്ടാണ് നമ്മൾ താഴെ വന്നിരിക്കുന്നത്. HDFC ബാങ്ക് ആക്സിസ് ബാങ്ക് എന്ന് വേണമെങ്കിൽ പറയാം, രണ്ടും ഓൾമോസ്റ്റ് കിട്ടാൻ കുറച്ച് പാടെന്ന് പറയാൻ പറ്റില്ല. അത് ഡിപ്പെൻഡ്സ് അപ്പോൾ അവരുടെ ഒരു എന്താ പറയുക റൂൾസ് ആൻഡ് റെഗുലേഷൻസ് അല്ലെങ്കിൽ ടേംസ് ആൻഡ് കണ്ടീഷൻസ് കുറച്ച് ഒരു വെറൈറ്റി സാധനമാണ്, ഒരു ഗസ് ചെയ്യാൻ പറ്റാത്ത ഒരു വെറൈറ്റി സാധനമാണ്. ബാങ്കിന്റെ ചിലപ്പോൾ ചില സമയത്ത് സിവിൽ സ്കോർ കുറഞ്ഞാലും അവർ അപ്രൂവ് ആവും, ചില സമയത്ത് ഹൈ സിവിൽ സ്കോർ ഉണ്ടെങ്കിൽ തന്നെ അത് റിജക്റ്റ് ആവും. അപ്പോൾ അത് അവരുടെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ടേംസ് ആൻഡ് കണ്ടീഷൻസ് കുറച്ച് വെറൈറ്റി സംഭവങ്ങളാണ്. പ്രത്യേകിച്ച് നിങ്ങൾക്ക് ആക്സിസ് ബാങ്കിന്റെ അക്കൗണ്ടോ അല്ലെങ്കിൽ അതുപോലെ തന്നെ HDFC ബാങ്കിന്റെ സേവിങ്സ് അക്കൗണ്ടോ സംഭവങ്ങളൊക്കെ ഉണ്ടെങ്കിൽ തന്നെ ഈസി ആയിട്ട് തന്നെ അപ്രൂവ് ആവട്ടാ. അല്ലാത്തവർക്ക് കുറച്ച് പാടാണ്, അതുകൊണ്ടാണ് നമ്മളത് കാറ്റഗറി ലാസ്റ്റ് ആയിട്ട് കൊണ്ടിട്ടിരിക്കുന്ന ഓർഡറിൽ. പിന്നെ ഏറ്റവും ലാസ്റ്റ് വരുന്ന ICICI ബാങ്കാണ്. ICICI ബാങ്കിന്റെ കാർഡ് കുറച്ച് കിട്ടാനും കുറച്ച് പാട് തന്നെയാണ് കേട്ടോ. അതിൽ ഏറ്റവും പിന്നെയും ഈസി ആയിട്ട് കിട്ടുന്നത് ആമസോൺ ICICI കാർഡാണ്. പക്ഷെ അത് നമുക്ക് ഓൾറെഡി പ്രീ അപ്രൂവൽ ആയിട്ട് ആമസോണിന്റെ ആപ്പിൽ കാണിക്കണം. ICICI ബാങ്കിന്റെ പ്ലാറ്റിനം കാർഡൊക്കെ കിട്ടാൻ കുറച്ച് പാടാണ് കേട്ടോ. പിന്നെയും ഭേദം അവരുടെ കിട്ടാനുള്ള ഈസി എളുപ്പമുള്ളത് കോറൽ കാർഡാണ്. അപ്പോൾ എൻ്റെ നിങ്ങൾക്കറിയാം, എൻ്റെ ഓൾമോസ്റ്റ് 3 ICICI കാർഡ് ഉണ്ട്. ആമസോൺ കാർഡ് ഉണ്ട്, ICICI കോറൽ ഉണ്ട്, എക്സ്പ്രഷൻ കാർഡ് ഉണ്ട്. അപ്പോൾ നിങ്ങളുടെ അത് ഏറ്റവും എൻ്റെ പണ്ടത്തെ കാർഡാണ്. ഇപ്പോൾ ഓൾമോസ്റ്റ് 2 ഇയർ പ്ലസ് ഒക്കെ ആയിരിക്കും ICICI ബാങ്ക് ഉപയോഗിച്ച് തുടങ്ങിയിട്ട്. അതിൻ്റെ വീഡിയോ ഒക്കെ നിങ്ങൾ കണ്ടായിരിക്കും വിചാരിക്കുന്നു. അപ്പോൾ ഈ പറഞ്ഞ കാർഡുകളെല്ലാം എൻ്റെ ഉണ്ട്. ഇൻഡസ്ഇൻഡ് ബാങ്കും IDFC ബാങ്ക് എൻ്റെ ഉണ്ടായിരുന്നു, അത് ഞാൻ ഇപ്പോൾ ക്ലോസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇൻഡസ്ഇൻഡ് ബാങ്ക് ഒഴിച്ച് ബാക്കി എല്ലാത്തിൻ്റെയും കാർഡ് എൻ്റെ ഉണ്ട് കേട്ടോ. അതും ഓരോ ബാങ്കിൻ്റെ 3 കാർഡുകൾ പ്ലസ് ഉണ്ട്, മിനിമം 3 കാർഡ് ഉണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ ഓർഡർ, അപ്രൂവൽ റേറ്റ് അനുസരിച്ചുള്ള ഓർഡർ കേട്ടോ. അപ്പോൾ ഏറ്റവും കൂടുതൽ അപ്രൂവൽ റേറ്റ് ഉള്ളത് ഏറ്റവും മുകളിൽ, ഏറ്റവും താഴെ ഏറ്റവും കുറവ് അപ്രൂവൽ റേറ്റ് ഉണ്ട്. അപ്പോൾ അതനുസരിച്ച് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം കേട്ടോ. എല്ലാത്തിനും ലിങ്ക് കാണിക്കാൻ താഴെ കൊടുക്കാം. അപ്പോൾ സംഭവം ഐഡിയ സംഭവങ്ങളൊക്കെ കിട്ടിയിരിക്കുന്നു. അപ്പോൾ നമുക്ക് എന്തായാലും വീഡിയോ വൈൻഡപ്പ് ചെയ്യാം. വീഡിയോ ഇഷ്ടപ്പെട്ടവർ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. ചാനൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കണ്ട. എന്തായാലും സംശയിക്കേണ്ട കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട. നമ്മളെല്ലാ കമൻറ്റ് പ്രോഗ്രാമാണ്. അടുത്ത കാണാം. ബൈ.